ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ നല്ലോണം ഒരു ശാന്തി സമാധാനം ഉണ്ടാവണ മാതിരി അകത്ത് ബോധം ഉണ്ടാക്കി അതുമ കയറി പിടിച്ചാൽ പോരെ. പിന്നെ എന്തിനാ 100 പോണത്? അല്ല 100 പോണം സ്വാമി. എന്നാ ഒരു സൂത്രമുണ്ട്. എന്താ സൂത്രം? ബഹുശാസ്ത്ര ഗുരുപാസനേപി സാരാദാനം ഷഡ്പദവത്. ബഹുശാസ്ത്ര ഗുരുപാസനേപി, ബഹുശാസ്ത്രങ്ങളെയും ഗുരുനാഥന്മാരെയും നിങ്ങൾ ഉപാസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സാരാദാനം, സാരം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഏതുപോലെ? ഷഡ്പദവത്, ഷഡ്പദത്തെ പോലെ. ഷഡ്പദം ഇവിടെ തേനീച്ച എടുത്തോളൂ. തേനീച്ച എവിടെയൊക്കെ പോവും? നാട് മുഴുവൻ പോവും. കല്ലിൻ്റെ മുകളിലിരിക്കും, ഇലയുടെ മുകളിലിരിക്കും, പൂവിൻ്റെ മുകളിലിരിക്കും, എല്ലാത്തിൻ്റെ മുകളിലും തേനീച്ച ഇരിക്കും. പക്ഷേ ഒന്നും അകത്തേക്ക് എടുക്കില്ല. തേന് മാത്രമേ എടുക്കുള്ളൂ, വേറെ ഒന്നും എടുക്കില്ല. ഇല്ലേ? ശരിയല്ലേ? പോരാ പോരാ. അതെന്താ പോരാ പറഞ്ഞേ? റബ്ബർ പൂവിൻ്റെ തേനും വാഴപ്പൂവിൻ്റെ തേനും ചെമ്പരത്തി പൂവിൻ്റെ തേനും ഒരു സ്വാദാണോ? അല്ല. മൂന്ന് സ്വാദ. ഒരു ഗുണാണോ? അല്ല. മൂന്ന് ഗുണ. എന്നാൽ തേനീച്ചയുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാലോ ഒരു തേനായി. ഇതുപോലെ സാധിക്കുമെങ്കിൽ മാത്രമേ പലരെടുത്ത് പോയി കേൾക്കാൻ പാടുള്ളൂ. അതിൻ്റെ സാരം എടുക്കണം. തേനീച്ചയെ പോലെ എടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ പറ്റില്ല. അതാണ് സൂത്രം. ബഹുശാസ്ത്ര ഗുരുപാസനേപി സാരാദാനം ഷഡ്പദവത്. ശരി.